ഹായ്. ഇന്ന് നമ്മളെ പുതിയ സൈറ്റ് അമ്മൂൻ്റെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലൈൻറ്റുകളിലെ നമ്പർ 1 അല്ലേ ജിച്ചേട്ടൻ്റെ സൈറ്റ്. ഇതിൻ്റെ ബേസ്മെൻറ്റ് വളരെ വ്യത്യസ്തമായ ബേസ്മെൻ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങളിപ്പോൾ ഈ കാണുന്ന 8 ഇഞ്ചിൻ്റെ ഭിത്തി ഉണ്ടല്ലോ, അതായത് പ്ലിന്ത്, ഇത് നമ്മൾ ഭൂമി ലെവലിൽ നിന്ന്, അതായത് ഇതിൻ്റെ അടിയിലേക്ക് തന്നെ 2.5 അടി താത്തിയിട്ടും ഇതേ പ്ലിന്ത് തന്നെയാണ് പോയിരിക്കുന്നത്. അങ്ങനെ വെറൈറ്റി ആയി ചെയ്തൊരു ബേസ്മെൻ്റാണ്. ഇതാ വീടിൻ്റെ ശരിക്കും മുതലാളി വരുന്നുണ്ട്, അപ്പച്ചൻ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വെറൈറ്റി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ ഇവിടെ ഇതാ അപ്പച്ചനെ നമ്മളെ പഴയ വീഡിയോയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടോ? അങ്ങോട്ട് വരി. പഴയ വീഡിയോയിലേ നമ്മളെ ഫംഗ്ഷന്റെ വീഡിയോയിൽ മാത്രമേ ഉള്ളൂ ആൾക്കാർ അപ്പച്ചനെ ശരിക്കും കണ്ടിട്ട് അല്ലേ? ഇതാണ് ജീച്ചേട്ടൻ്റെ അപ്പച്ചൻ. അപ്പൊ വീട് പണി തുടങ്ങണ്ടേ നമുക്ക്? പിന്നെ തുടങ്ങണ്ടേ? അതെ, അവിടെ പണിതുകൊണ്ട് ആശയുടെ അനിയും മരിച്ചുപോയി. ജീച്ചേട്ടൻ പറഞ്ഞു ഇവിടെ ഇപ്പൊ ഇന്ന് 2 മണിക്ക് ഞാൻ പോയി കണ്ടാ. അത് കുഴപ്പമില്ല, നമുക്ക് തുടങ്ങാം. അവര് ഇനി ഇതാക്കട്ടെ. പിന്നെ വേറൊരു വെറൈറ്റിയും കൂടി ഉണ്ട്. ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യണ വീടിന് ഫുള്ള് മരം. അപ്പച്ചനാണ് അതിന്റെ ഒക്കെ ആള്. കുറെ മരം ഉണ്ട് കരുതിയിട്ട് ഫുള്ള് മരമാക്കി വെച്ചിട്ടുണ്ട്. അതും ഫ്രണ്ട് ഡോറിന്റെ ഒക്കെ ഡോർ ഫ്രെയിം വരുന്നത് 9 ഇഞ്ച് 9.6 വരണത്. അത് വെക്കുമ്പോ അറിയാം. ഇല്ല, കുറയ്ക്കാൻ പാടില്ല, അത് അങ്ങനെ തന്നെ ആക്കി. അപ്പൊ എന്തായി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട്, ഈ മറ്റേ മരം വെക്കാൻ പറ്റുമോ നമ്മളെ വീട്ടിൽ നിന്ന്. അത് ഈ വീടോട് കൂടിയിട്ട് ഇനി ആ ചോദ്യം നിൽക്കും. നമുക്ക് ഇതുമ്മലേ തുടങ്ങണേ. ജയരാജന്റെ വീട് പണി ഇപ്പൊ കഴിഞ്ഞു. അപ്പൊ അവരിപ്പോ ഇന്ന് നമുക്ക് തുടങ്ങാം, ഉള്ളു വെച്ച് തുടങ്ങാം. അവരെന്തായാലും അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴേക്ക് തീർക്കുന്നാണ് ജീച്ചേട്ടൻ പറഞ്ഞത്. നോക്കാം. ഇവിടെ അറിയാമോ, ഇവിടെയാണ് ഇതിന്റെ ഹൈലൈറ്റ്. അപ്പൊ ഇതാണ് നമ്മളെ അപ്പച്ചൻ പോയിക്കോ, ഞങ്ങൾ ഇതാക്കിയിട്ട് പിള്ളേർ വൈകുന്നേരം നമ്മളേക്ക് വരും. ഷെരീഫാണ് കൊണ്ടുവന്നത്, അപ്പൊ ഇവിടെ സെറ്റ് ആയിക്കോളും കേട്ടോ. അപ്പച്ചൻ പോയിക്കോളും. ഈ ഒരു ബേസ്മെന്റ് ഇതൊരു പഴയൊരു കുഴിയായിരുന്നു. അപ്പൊ ഈ ഒരു കിച്ചണും അതേപോലെ ഒരു ബെഡ്റൂമും ഈ രീതിയിലാണ് നമ്മൾ ബേസ്മെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അടി മുതൽ കോൺക്രീറ്റ് ചെയ്തിട്ട് പോയ ബേസ്മെന്റ് ആണിത്. അവിടെ താത്താം, ഇവിടെ താത്താം. ഈ ഒരു സ്ഥലം നമുക്കേ ഈ ഒരു സ്ഥലം താത്തിയിട്ട് സുഖമായിട്ട് ജീച്ചേട്ടന് ഒരു വണ്ടി കയറുന്ന പോലെ ആക്കാം. അതായത് പഴയ വീടിന്റെ അതി തന്നെ വന്നിട്ട് നമുക്ക് ഇതിലൊരു വണ്ടി കയറുന്ന പോലെ ഇവിടെ താത്തേ. പക്ഷെ ആ തെങ്ങ പച്ച മുറിക്കേണ്ടി വരും. അല്ലല്ല, വണ്ടി കയറും, വണ്ടി ഇതിലൊക്കെ കയറും. പക്ഷെ എന്താ പ്രശ്നം വെച്ചിട്ടാ, തെങ്ങിന് നമ്മൾ ഇവിടുത്തെ മണ്ണ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തെങ്ങിന് അതൊരു അതിമോ കായുണ്ടോ? പിന്നെ മുറിച്ച് കളയാം നമുക്ക്. ഇവിടെ താത്ത ഇപ്പൊ ഈ ഹൈറ്റിൽ താത്തിയാൽ തന്നെ ഞാൻ തന്നെ ഏകദേശം 6 അടി ഉണ്ട്. അവിടെ താത്ത നമുക്ക് അവിടെ ഓൾറെഡി താത്തിക്ക് ഒരു 1 അടിയോളം ഉണ്ട്. പിന്നെ അതും കൂടാണ്ട് നമ്മളാണ്ട് അരി അണച്ച് താത്താഞ്ഞാൽ മതി. അവിടെ താത്തിയിട്ട് നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ഒരു കോൺക്രീറ്റിന്റെ ഇതും കൂടി, അവിടെ വെട്ടുപാറയാണേ, അതിന്റെ അടിയിലേക്ക് പ്രശ്നം വരുന്നില്ല. അത് ഓരോ സിലിണ്ടർ ഇങ്ങനെ ഓരോ സൈറ്റിൽ ഇരിക്കണ്ട. അപ്പൊ ഗ്യാസ് കിട്ടാലല്ലോ, ഇതൊക്കെ ഇങ്ങനത്തെ ഗ്യാസ് കിട്ടാലോ. അപ്പൊ നമ്മൾ ചെറിയ ഗ്യാസുകളാണ് മേടിക്കണത്. HP-ന്റെ 2 കുറ്റി ഉണ്ട് ഇവിടെ. അപ്പൊ ഓക്കെ, എന്തായി കഴിഞ്ഞാലും ഇതാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു അമ്മ. അപ്പൊ ഞാൻ പോയിക്കോ. വേറൊരു ഇതാണ്ടോ, ഇതൊക്കെ തന്നെ ഇപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് നോക്കി നോക്കാം. ഇതൊക്കെ നമ്മളെ സാധനങ്ങളാണ്, സ്റ്റോറേജ് ചെയ്ത് വെച്ചിട്ടുണ്ടാ. ഇതേപോലെ ഇവർക്കും ഭാവിയിൽ ഞാനിത് അപ്പച്ചനെ ആട്ടുംകൂടാണ് ഇതാക്കിയത്. കാരണം ഓൾറെഡി അപ്പച്ചൻ അവിടെ ആട്ടുംകൂട് ഉണ്ട്. അപ്പൊ ആ ആട്ടുംകൂട് നേരെ ഇങ്ങോട്ട് മാറ്റാന്നാണ് ഇതാക്കിയത്. പിന്നെ ഈ ഒരു കാണുന്ന സ്പേസ് ഉണ്ടല്ലോ, ഇതെന്താ അറിയാൻ പോലെ മോനറിയാം, വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയോ? ഈ കാണുന്ന ഇത് പൂളാണ് കേട്ടോ. അത് വീടിന്റെ ഉള്ളിൽ നിന്നാണ്. അത് ഇങ്ങോട്ട് വന്നാൽ ഞാൻ കാണിച്ചു തരാം. താഴെ കണ്ട നമ്മൾ സ്ലാബിൽ ചെയ്ത ഒരു സ്പേസ് ആണിത്. ഇത് ഇവിടെ വരാൻ പോണത് കിച്ചണും അതേപോലെ ഒരു വർക്ക് ഏരിയയാണ്. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ആ പൂള്. അതായത് ഇത് ലിവിങ് ആണ്. ഈ ലിവിങ് എന്നാണ് നമ്മൾ ഈ പൂളിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. പൂളിന്റെ സ്റ്റെപ്പ് മാത്രമേ ഇനി ചെയ്യാനുള്ളൂ. അതേപോലെ തന്നെ ഇത് സ്റ്റെയർ കേസ് ഏരിയ ആണ് കേട്ടോ. ഈ സ്റ്റെയർ കേസ് ഏരിയ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ സ്റ്റെയർ കേസിന്റെ അടിയിൽ കുട്ടികൾക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് 2.5 അടിയോളം താത്തിയിട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ പിന്നെ ഇതൊരു ബെഡ്റൂം,
അതിപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചു തന്ന അണ്ടർഗ്രൗണ്ട് ഉണ്ടല്ലോ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ മുന്നേ പറഞ്ഞ പോലെ അത്രയും ഹൈറ്റിൽ അവിടെ എങ്ങനെയാലും റീറ്റെയിൻ വാളോ അല്ലെങ്കിൽ കോൺക്രീറ്റിൽ ബീം ഇട്ടിട്ട് പിന്നെ ഈ കണ്ട ഏരിയ ഒക്കെ മണ്ണിട്ടിട്ട് ഫില്ല് ചെയ്യണം. മണ്ണിട്ടിട്ട് ഫില്ല് ചെയ്യുമ്പോൾ എന്തുണ്ടാവാൻ പോകുന്നത് വെച്ചാൽ ഈ ഒരു സ്പേസ് പിന്നെ ഭാവിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ നേരത്തെ കണ്ടില്ലേ അടിയിൽ ഓൾറെഡി അത് അവിടെ സ്റ്റോറേജ് ആയി. പിന്നെ അപ്പച്ചൻ പറഞ്ഞ പോലെ അവിടെ താത്തുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ചെറുവണ്ടികളും കാര്യങ്ങളൊക്കെ നിർത്താം. ചെറിയൊരു കാർ പോർച്ച് മാത്രമേ ഈ വീടിന് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ രണ്ട് സൈഡിലും 2 ബെഡ്റൂം, മുകളിലും 2 ബെഡ്റൂം, 4 ബെഡ്റൂം വീടാണിത്. ഇത് കോട്ടിയാടാണ്. കാണുമ്പോൾ വലിയ തറയായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല. കാരണം ഇതൊക്കെ അളവിൽ പുറം പോകണ ഇതാണ്. ഇതിപ്പോൾ പ്ലിന്ത് ഇങ്ങനെ വരുന്നുണ്ടെന്ന് തന്നെ ഉള്ളൂ. ഇത് കോട്ടിയാടാകുമ്പോൾ ഇത് എന്തായാലും അളവിൽ പെടില്ല. ഓക്കെ, അപ്പോൾ ഈ വീട് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ഇന്ന് പണിക്കാർ വരും. പണിക്കാർ വന്ന് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ഈ വീട് കംപ്ലീറ്റ് ആക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മരം വെക്കാൻ പറ്റുമോ എന്നുള്ള ആൾക്കാരെ സംശയം തീർക്കാം. അത് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒന്ന് അമ്മ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വീട്ടിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് കാണിച്ചു തരാം. ഇതാണ് കണ്ടില്ലേ, നിങ്ങളെല്ലാവരും ചോദിക്കണം മരം വെക്കാൻ പറ്റുമോ എന്ന്. ഇതിൻ്റെ തിക്നെസ് നോക്കി നോക്കാം അമ്മ. 8 ഇഞ്ച് 6 ഇഞ്ച് 8 8 9 വരുന്നുണ്ട്. 9/6 കട്ട്ലൈൻ ജനലുമാണ് ഫ്രണ്ടിൽ വരുന്നത്. അതിൻ്റെ ഓരോ കഷ്ണത്തിൻ്റെ വലിപ്പം നോക്കി നോക്ക്. ഇത് നോക്ക്, ഇവിടെ വന്ന് നോക്ക്. ഇതിൻ്റെ ഒരു ഫിനിഷിങ് മാത്രമല്ല, നമ്മൾ മരം വെക്കുമ്പോൾ ഓരോരോ ക്ലയൻറ്റിനോട് പറയണതാണ് ഇതേപോലെ നല്ല ക്വാളിറ്റിയുള്ള മരം മാത്രം ഉണ്ടെങ്കിൽ വെച്ചാൽ മതി കോൺക്രീറ്റിൻ്റെ മുകളിൽ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെതല് പിടിച്ച് പോയിട്ട് പിന്നെ കോൺക്രീറ്റിൽ നിന്ന് പൊളിച്ചെടുത്ത് മാറ്റാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് നമ്മൾ സജസ്റ്റ് ചെയ്യാത്തത്. ഈ കാണുന്നതൊക്കെ ഈ വീട്ടിലേക്കുള്ളത് പോളിഷ് വരെ കഴിഞ്ഞു കണ്ടോ. ഇനി തട്ടിക്കൂട്ടാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്ന കട്ട്ലീൻ ജനലുകളൊക്കെ നമ്മൾ ഈ വീട്ടിൽ വെക്കാനുള്ളതാണ്. അപ്പം ഇനി ആരും ചോദിക്കരുത് മരം വെക്കാൻ പറ്റും. ഈ ഒരു വീട് ചെയ്ത് കഴിയുമ്പോൾ മരം വെക്കാൻ പറ്റും എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞങ്ങൾ തരാൻ പോണത്. ഇത്രയും ഈ വീടിൻ്റെ എല്ലാതും മരമായിട്ടാണ് ചെയ്യണത്. ഓക്കെ, ഇത് നമ്മളിതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ സ്റ്റാഫിന് താമസിക്കാൻ നമ്മളിവിടെ ഒരു തൊഴുത്തുണ്ടായിരുന്നത് അത് റെഡിയാക്കി. ഇപ്പോൾ ഇതാ ജീവിച്ചോട്ടാൻ അതിന് ജനൽപ്പാളികളെല്ലാം വെച്ചു. അപ്പം ഇനി വരുമ്പോൾ അവർക്ക് ഇതിൻ്റെ ഉള്ളിൽ താമസിക്കാം. ആദ്യം അതിൻ്റെ ഉള്ളിൽ തന്നെ താമസിച്ചിരുന്നത്, പക്ഷേ നമ്മളെ ജാക്കി സ്പാനും വെച്ചിട്ട് ടെമ്പററി വീടായിരുന്നു. ഇപ്പോൾ നമ്മളത് മെയിൻ സ്ലാബ് ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു തൊഴുത്തായിരുന്നു. അപ്പോൾ അതും കൂടി നമ്മൾ ചെറിയൊരു വീടാക്കി മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, തൊഴുത്തായതുകൊണ്ടാണ് ഈ ഒരു കോർണർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഇപ്പോൾ ഈ ഒരു വീടിന് വേണ്ടിയിട്ട് ഇടമൂട്ടിയതാണ്. കോൺക്രീറ്റിൽ വീട് ചെയ്യുമ്പോഴും കല്ലിൽ വീട് ചെയ്യുമ്പോഴുള്ള വ്യത്യാസത എങ്ങനെയാണ് ഉണ്ടായിരിക്കുക. കല്ലിലാകുമ്പോൾ ഈ ഒരു രീതിയിലാണ് വീട് വെക്കണത്, എല്ലാവർക്കും അറിയണതാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കും. കോൺക്രീറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടില്ലേ ഇതേപോലെ ഉണ്ടായിരിക്കും ചുമരും. ഇതിൻ്റെ സീലിംഗ് ഒക്കെ ജീവിച്ചേട്ടാ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. അതായത് ഓൾറെഡി നമ്മൾ ഉള്ളൊക്കെ പ്ലാസ്റ്ററിങ് ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ ഇത് ചെയ്തത്. കാരണം നമ്മളെ പർപ്പസ് അങ്ങനെയാണ്, നമ്മളെ സ്റ്റാഫിന് നിൽക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയുണ്ട് സീലിങ്ങിൻ്റെ ഫിനിഷിങ്. ഈ ഒരു ഫിനിഷിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചെറിയ വീടുകളൊന്നും തേക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് പിന്നെ അങ്ങനെ ആവാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പുതിയ ഷീറ്റ് വെച്ചിട്ടാണ് ഇതിൻ്റെ സീലിംഗ് ചെയ്തത്. അതുകൊണ്ടാണ് ഇത് ഇത്രയും ഫിനിഷിങ് കേട്ടോ. നിങ്ങൾ ഇപ്പോൾ തന്നെ നോക്കി നോക്കൂ, വെറുതെ ഒന്ന് പെയിന്റും കൂടി അടിക്കേണ്ട അത്രയും ചന്തത്തിലാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത്. അപ്പോൾ ഈ ഷീറ്റുകളൊക്കെ ഒരു 2-3 വർക്കൊക്കെ കഴിയണ സമയത്ത് അതിൻ്റെ ചന്തവും ഭംഗിയൊക്കെ പോകും. അപ്പോഴാണ് ഈ വീടിൻ്റെ സീലിംഗ് ഫിനിഷിങ് പോണത്. ഇതിപ്പോൾ പുതിയ ഷീറ്റ് ആകുമ്പോൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇത്രയും പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും പ്ലാസ്റ്ററിങ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നോക്കി നോക്കൂ, ഇതിൽ എന്തിനാണ് പ്ലാസ്റ്ററിങ് ചെയ്യേണ്ട ആവശ്യം? ഈ ഒരു ഡിസൈൻ ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്ററിങ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ.